ഈ ബാഗ് നീ കൈപ്പിടി. ഒന്നവന്റെ കയ്യിരിക്കട്ടെ, ഒന്ന് നീ പിടി. ആ ജംഗ്ഷൻ വരെ നടക്കണമെന്ന് ഞാൻ വേർക്കും. വാഗമണ്ണിലേക്ക് വിനോദയാത്ര പോയ കുടുംബം വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് കുടുംബത്തിലെല്ലാവരും മരിച്ചു. എന്ത് ചെയ്യുമെന്ന് പറയും? യാത്ര തിരിക്കാൻ തുടങ്ങിയപ്പോഴും ശകുനപ്പഴം കൊണ്ട് കയറി. അവൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അവൻ യാത്രയൊക്കെ വന്നല്ലേ പിന്നെ യാത്ര കഴിക്കാൻ വന്നത്. എല്ലാം എടുത്തല്ലോ, ഒന്നും മറന്നില്ല. പിന്നെ ഞാൻ ഇതൊക്കെ കുറെ ടൂർ പോയിട്ടുള്ളതാ. ലഡാക്ക്, ലഡാറു. ഇനി വന്നിട്ട് വിസ്തരിക്കാം. അമ്മ കൊട്ടൻ ചുക്കാതി എടുത്തോ? പിന്നെ കൊട്ടൻ ചുക്കാതി എടുക്കാതെ ഞാൻ കൊട്ടൻ ചുക്കാതിയൊക്കെ എടുത്ത് പോവാൻ. പേസ്റ്റ്, ബ്രഷ്, ആചാര്യ സാധനങ്ങളൊക്കെ എടുത്തോ? എണ്ണ എടുത്തോ? എണ്ണ എടുത്ത് എന്നാ ഇറങ്ങിക്കോ. എന്നാ പിന്നെ നീ വിട്ടോ. ഇല്ല, ഞാനായാലും ഇത്ര നേരം നിന്നില്ലേ, ഇനി വണ്ടി കയറ്റിട്ട് പോവാം. ബാഗ് പിടിക്കാൻ ആളായി. ഹലോ, ആ സാറേ, ഞങ്ങൾ ഇറങ്ങി. ആ ജംഗ്ഷനിലേക്ക് നടക്കേണ്ട സമയമുള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കൂലേ? ആ റെഡി റെഡി, എത്താം. അവര് ഉറപ്പെട്ടു. നീ അവളെ ഒന്ന് വിളിച്ചാണ്. എല്ലാരും റെഡിയായി അങ്ങ് നിൽക്കുവല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങോട്ട് പോകണം? അതെ, ആരുടെ കൂടെ? നമ്മൾ ഒരുമിച്ചല്ലേ? ആ, ഒരുമിച്ച് പോണെങ്കിൽ ആദ്യം ഈ കോലക്കേട് മാറ്റിയിട്ട് വാ. മര്യാദക്ക് പോയി സാരി എടുത്തിട്ട് വാ. നിനക്കെന്താ തലയ്ക്ക് സുഖമല്ലേ? എന്തൊക്കെയാണ് ആ ചുണ്ടിൽ വെച്ച് തേച്ചിരിക്കണത് നോക്കമ്മ. ആ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി നീ. അതെന്താന്നറിയോ, ഈ മുടി ഇങ്ങനെ വെട്ടിയിട്ടേക്കണോണ്ടേ എപ്പോഴും അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ വെക്കാം. സാരൂലാന, ദൂരയാത്രക്ക് പോണല്ലേ, കണ്ണിട്ടായിരിക്കാൻ നല്ലതാണ്. അതെ അളിയാ, നമ്മള് ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതല്ലേ, അപ്പൊ ഇങ്ങനെയുള്ള വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. വിദേശ രാജ്യത്തേക്ക് ആരാ പോണത്? നമ്മൾ പോണത് ഊട്ടിക്കല്ലേ? ഊട്ടിയിലായാലും അവിടെ വിദേശികളൊക്കെ വരുന്നതല്ലേ, അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാം. എന്ത് പറഞ്ഞാലും തങ്കത്തിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കണ്ടോ, അമ്മയ്ക്കുള്ള സെൻസ് പോലെ ഇവർക്കൊന്നുമില്ല. എന്താ നാത്തനെ മുഖം വലിച്ചിരിക്കുന്നത്? തൊലി വെളുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. ഡ്രസ്സൊക്കെ ഇണങ്ങാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ല കനക, നീ ഇതെങ്ങോട്ട്? ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം. ഓ, അളിയത്ത് ഈ അസുഖം ഇതുവരെ മാറിയില്ലേ അമ്മ? എങ്ങനെയാ അമ്മ നന്നാവണത്? സഹിച്ചില്ല കേട്ടോ നീ ഇതിട്ടങ്ങനെ കണ്ടിട്ട്. ഊട്ടിയിൽ കാല് കുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ മുട്ടങ്ങോട്ടില്ലാത്തതും ഈ കൈ ഇങ്ങോട്ടില്ലാത്തതൊക്കെ ഞങ്ങളുടെ ഫാമിലി ഇടുന്നത്. അത് ശരി. പിന്നെ തങ്കത്തിന് ഏതിട്ടാലും ചേരും, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ക്ലീറ്റസേ, ഈ പാൻറ് ഇത് എവിടെ നിന്ന് ഒപ്പിച്ച് അന്വേഷിച്ചു വരുമോ വൈകിട്ട്? ഓടാ അവൻ്റെ കളിച്ച തമാശയും കൊണ്ടു. അല്ലമ്മ, ഈ കെട്ടിയും കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന സമയത്ത് ടൂർ പോകണ്ടേ? വണ്ടി അതിന്റെ വഴിക്ക് പോകും. കണ്ണട ഒന്ന് മാറ്റിയേ. അയ്യോ അമ്മ, ഞാനേ ഇപ്പൊ ഈ മുടി ഇങ്ങനെ വെട്ടിയിട്ടോണ്ടേ കണ്ണാടി എടുക്കാൻ പ്രയാസമായിരിക്കും. നിനക്കിത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. എന്നാലും നിനക്ക് കുറെ കൂടെ ചേരുന്നത് സാരിയാ മോളെ. അമ്മയുടെ മോക്ക് പിന്നെ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. അതിനേക്കാൾ കൊള്ളാം എന്തായാലും ഇത്. എന്തൊരു വൃത്തിയേട്ട കോലാവാൻ നോക്കിയടി. ഈ കോലം പിന്നെ നന്നായിട്ടുണ്ട്. നോക്കുത്തിയ പോലെ ചുമ്മാ ആന്റിക്ക് സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടോ? തക്കിളി പറഞ്ഞതാ ശരി, പിള്ള മനസ്സിൽ കള്ളവില്ല. അതാ അയ്യോ, എന്തോന്നാടാ? എന്താ പറ്റിയേ? കാലിന് നീരുണ്ടല്ലോ. നീരുണ്ട്. അതെങ്ങനെ ചെരുപ്പ് കിടക്കുമ്പോ നീരുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? വേദന ഉണ്ടായിരുന്നു. വേണ്ട, ഒന്ന് തടവാന്ന് കൊട്ടൻ ചുക്കാതി. ആദ്യം എന്താ പറ്റിയെന്ന് പറ, എന്താ സംഗതി? ഞാൻ ആ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയതാ, അത് തെന്നി വീണു. ഓ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പം തോളിയന്റെ ഇങ്ങനത്തെ ഒരുമാതിരത്തെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഞാൻ തിരുമ്മി തരാം. വേദന കണ്ടില്ലേ? അയ്യോ, കൊണ്ടുവരും.
കുഴപ്പമില്ല ഇപ്പൊ വിട് യമക്ക് വിട് ഞാൻ ശരിയാക്കി തരാന്ന് ഇല്ല, നല്ല അയ്യോ, അതാണ് നീരണ്ട് ഇപ്പൊ നീലിച്ച് പിടിച്ചല്ലേ കിടക്കുന്നല്ലോ. ഇത് കണ്ടില്ലേ അയ്യോ അയ്യോ, വേണ്ടടാ. ശരിയാവട്ടെ. അമ്മേ ഞാനേ ഇരട്ട പറ്റതാണ് 2-3 വട്ടം ഇങ്ങനെ ഒഴിഞ്ഞാൽ അത് ശരിയാവും. വേണ്ട, നമുക്ക് വല്ല ആശുപത്രിയിലും പോയിട്ട് എക്സ്റേ എടുക്കാം. എന്റെ ജമന്തി പിന്നെ ടൂറ്. അതെ ഞാൻ കാര്യം ചെയ്യുന്നു, ബഹളം വയ്ക്കല്ലേ. അളിയ മെല്ലെ കാലൊന്ന് ഊന്നി നോക്കിയത് അറയില്. പറ്റൂല, ഊന്നാൻ പറ്റില്ല ഇതിങ്ങനെ വെക്കണം. നീയാണ് പറയണത് അളിയ ഊന്നട്ടെ കാല്. എനിക്ക് കണ്ടാലറിയാലോ ഇത്. അളിയ ഒന്ന് ഊന്നിക്കളിയ. ഊന്നി നോക്കട്ടെ. ഊന്നാൻ പറ്റൂല അവിടെ വെക്ക, അവിടെ വെക്ക്. നീ ആദ്യം കാല് താഴ്ത്തി വെക്കടാ. ബസ് ഇപ്പൊ പരിപാടിയാ, ഒന്ന് ഊന്നിക്കാൻ നമുക്ക് ബസ്സിൽ കയറാനുള്ളതാ. പോയിക്കോ, നിങ്ങൾ പോയിക്കോ ഇത് നടക്കാൻ പറ്റൂല. ഇത് കണ്ടോ? എന്റെ ചെറുക്കൻ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. കണ്ടൊന്ന് വീശിക്കൊടുക്ക്. വീശ്. അനവാ. ഇപ്പൊ കുഴപ്പമില്ല. കണ്ടോ ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല, എന്നാ പിന്നെ വാ പോവാ. അളിയ ഒന്ന് മെല്ലെ കാല് തറ ഊന്നിയാ ശരിയാവും. കണ്ടാ കണ്ടാ അതന്നെ. ആ അതിനെ അളിയ ഒന്ന് കാല് തറ ഊന്നി കളിയാ. ഒന്ന് എഴുന്നേറ്റ്. നിക്ക് താഴ്ത്തു വെക്കരുത് കണ്ട. ഇത് ഇരുന്നോട്ടെ. ഇല്ല ഇരുന്നോട്ടെ അതൊന്നോ നീ ചുമ്മാ താഴ്ത്തു വെക്കരുത്. അത് മാറ്റിക്കാം. കാല് എഴുന്നേറ്റ് കളിയാ. എല്ലാം എഴുന്നേക്ക്. എഴുന്നേക്ക് മെല്ലെ. പതുക്കെ. ആ പറ്റൂല ക്ലീറ്റസ്, അളിയപ്പോ നോക്കിയാ ഊട്ടി പോയിട്ട് കുതിര നടക്കുമ്പോൾ നടക്കും. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നടന്നോ. കണ്ട ഞാൻ പറഞ്ഞ എന്തിന് പോട്ടല്ലുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവണ്ട. എന്ന് പറഞ്ഞപ്പോ ബസ്സിങ് എത്താറായി. ബസ് ഇങ്ങനെ എത്താൻ നിങ്ങൾ പോയി. നിങ്ങൾ ഇവരെ കൊണ്ട് പോയിക്കോ, ഇവനെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഞാൻ പോണില്ല. വേണ്ടമ്മേ ഞാൻ നോക്കിക്കോളാം. ആശുപത്രി കൊണ്ടുപോവാ, മരുന്നും മേടിക്കാം. യവനെ ഇങ്ങനെ വെച്ചോണ്ട് എനിക്കൊരു ടൂറും വേണ്ട, ഞാൻ പോണതും ഇല്ല. ഞാനും പോണില്ല, ഏട്ടനില്ലാതെ ഞാൻ പോവില്ല. നമുക്ക് പോണ്ട. ഞങ്ങളും പോണില്ല. കനകളി അല്ലാതെ ഞാൻ ഒട്ടും വരില്ല. അയ്യോ, അതെന്തോന്ന് പറച്ചില്ലടാ. അമ്മ അളിയന് ഈ അവസ്ഥയിലിട്ട് പോകുന്നതൊന്നും മര്യാദ അല്ല, ഞാൻ ചെലവാക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറയട്ടെ. അളിയൊരു കാര്യം ചെയ്യേ. ഏതായാലും നമ്മൾ ടൂർ ഫിക്സ് ചെയ്തതല്ലേ, അത് മുടക്കണ്ട. അമ്മേനെയും മോളെ എല്ലാരും കൂടെ കൂട്ടിട്ട് പോകും. അല്ല, ഞാൻ പോണില്ല മോനെ, ഞാൻ പോണില്ല. നിന്നെ ഇങ്ങനത്തെ അവസ്ഥയെ കണ്ടിട്ട് എനിക്ക് പോവാൻ പറ്റത്തില്ല. അമ്മ എനിക്ക് കുഴപ്പമില്ല അമ്മ. ഞാനും ഫാസിലും കൂടെ ഹോസ്പിറ്റലിൽ പൊക്കോളാം. വേണ്ട, നീ പോണാടി. എനിക്ക് പോവാൻ വയ്യ. അല്ല അളിയനും നിങ്ങൾ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങള് ഒട്ടുമില്ല. അല്ല, എല്ലാരും കൂടി പോണത് സന്തോഷം. എല്ലാരും കൂടി അല്ലാതെ നടക്കത്തില്ല. അതെ, ഇവനില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ സരോജ ചേച്ചിട്ട് മേടിച്ച മുഴുവൻ പൈസയും ചെലവാകും. ഒരു കാരണവശാലും അവനില്ലാതെ പോകാൻ സമ്മതിക്കരുത്. സമ്മതിക്കുന്നില്ല അളിയ, ഞങ്ങളും ഇല്ല കേട്ടോ. അതെ, ഇങ്ങനെ അളിയ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഞാൻ വരേണ്ട കാര്യമില്ലാന്ന്. അത് കാര്യമുണ്ട് അളിയ. അളിയ ആണുങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടായാ പോരെ. നീ ഇവരെ വിളിച്ചോണ്ട് പോ. ചെല്ലേ. ഞാനും പോവില്ല. സംഭവം ഞാൻ ആണൊക്കെ ശരി തന്നെ, പക്ഷെ എന്നെ പോലെ ഒരാണല്ലേ അളിയൻ ഈ അവസ്ഥയിലിട്ടിട്ട് ഞാൻ പോകുന്നത്. ഈ കൊച്ചിന്റെ മുഖം നോക്ക്. ഈ അവധിക്കാലോട്ട് ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് എങ്ങോട്ടെങ്കിലും നിങ്ങൾ ഇന്ന് പോയായിരുന്നു? അത് ഞങ്ങള് പാലായിക്ക് പോക്കോളാം മോളെ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇനി വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോ ഈ കാലം വെച്ച് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിരുന്നു. അതുകൊണ്ട് അറിയാം, ആണുങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടായാൽ മതിയല്ലോ. ഇല്ല അളിയ ഇല്ലാതെ ഞാൻ പോയാലും അത് അതിനേക്കാളും വലിയ കുഴപ്പമാണ്. എന്ത് കുഴപ്പമെന്ന്? അവിടെ പോകുമ്പോ വഴി തെറ്റും, ആകെ പ്രശ്നമാണ്. വഴി തെറ്റാനൊന്നുമില്ല, ബസ്സിനാളില്ലേ. അത് വേണ്ട അളിയ. അവിടെ ഗൈഡില്ലേ, എല്ലാണ്ട് നമ്മുടെ സാറില്ലേ വണ്ടിയില്. ക്ലീറ്റസേ നീ പോയിക്കോ ഇവരെ കൊണ്ട്. നമ്മളെ സീറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ പൈസ കളയരുത്. ആരെങ്കിലും ഒരാൾ ഇവരെ കൂടെ ഉണ്ടായാൽ മതി. ആ പൈസ അതാ. അയ്യോ, അവർക്ക് പോണ്ട, ഞങ്ങൾക്കും പോണ്ട. തീർന്നല്ലോ. ആ പൈസ അങ്ങ് പോട്ടളിയ. പോയാൽ അതിനേക്കാളും പൈസ ചിലവാകും. വേണ്ട പോയേ പറ്റൂ, നിങ്ങൾ പോയേ പറ്റൂ. എനിക്ക് വയ്യ പോവാ ഈ അവസ്ഥയിൽ. കനക നീ മിണ്ടല്ലേ, ഒച്ചെടുക്കല്ലേ, നീരങ്ങാട് കയറും. കാര്യം ചെയ്യും. പോണ്ടമ്മ. വേണ്ട, ആണുങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കരുത്. നിങ്ങൾ അവിടെ സീറ്റ് ബുക്ക് ചെയ്തതാ. അവന് നാളെ അവിടെ ജോലി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ടൂറ് പോകുമ്പോൾ ഉള്ള ചെലവിന് വേണ്ടിയിട്ട് ഞാനൊരിത്തിരി കാശ് കരുതി വെച്ചിരുന്നു. അത് യവനെ ഏൽപ്പിക്കാനാ വിചാരിച്ചത്. എന്നാ ഇതങ്ങോട്ട് കയ്യിലോട്ട് വെച്ചത്. കാശാ. അതൊരു 10,000-15,000 രൂപ വരും. യവനെ ഏൽപ്പിക്കാന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ യവനെ കൊണ്ടെന്തോ ചെയ്യാനാ കൊണ്ട് പോകാം. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. Alien versus Alien.